സംസ്ഥാനത്ത് സ്വകാര്യ ബാങ്കുകളിലൂടെ കോടികളുടെ കള്ളപ്പണക്കടത്ത് 5 വർഷത്തിനിടെ വിദേശത്തേക്ക് കടത്തിയത് 2700 കോടി രൂപയാണ്. 2025 കോടിയും കടത്തിയത് US-ലേക്ക് കണ്ടെത്തി ആദായ നികുതി വകുപ്പ്. വിദേശ മലയാളികൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് പണമയക്കാനുള്ള സൗകര്യവും ടൂർ പാക്കേജുകളും കള്ളപ്പണക്കടത്തിന് മറയാക്കി. UK-യിലേക്കും ജർമ്മനിയിലേക്കും കള്ളപ്പണം എത്തിയിട്ടുണ്ട്. റിപ്പാട്രിയേഷൻ ദുരുപയോഗിച്ചാണ് കള്ളപ്പണം കടത്തിയിട്ടുള്ളത്. നിലവിൽ കണ്ടെത്തിയ തട്ടിപ്പുകളെല്ലാം ഒരു സ്വകാര്യ ബാങ്ക് വഴിയാണ് നടന്നിട്ടുള്ളത്. ഈ ബാങ്കിലെ 65,000-ലധികം ഇടപാടുകൾ പരിശോധിച്ചാണ് 2700 കോടി രൂപ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് കണ്ടെത്തിയത്. NRI അക്കൗണ്ടുകൾക്ക് പകരം SB അക്കൗണ്ടുകളിലൂടെയാണ് പണമിടപാട്. റഫറൽ ഏജന്റുമാർ വഴിയാണ് ഇത്രയും രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സ്വകാര്യ ബാങ്കിലൂടെ നടന്നത് 914 കോടി രൂപയുടെ ഇടപാടാണ്. ഇതിൽ ഒരു റഫറൽ ഏജന്റ് വഴി മാത്രം 553 കോടി രൂപ വിദേശത്തെത്തിയിട്ടുണ്ട്. കള്ളപ്പണക്കടത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം ടൂർ പാക്കേജുകളാണ്. യാത്രകൾ നടത്താതെ ടൂർ ഏജൻസി സ്ഥാപനങ്ങൾക്ക് പണം കൈമാറുകയും ഇവർ ഇത് വിദേശത്തെ ടൂർ പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി കള്ളപ്പണം വെളുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. കള്ളപ്പണക്കടത്തിൽ നിരവധി സ്വകാര്യ ബാങ്കുകളെ ആദായ നികുതി വകുപ്പ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കൊടുവള്ളിയിലെ ഓൺലൈൻ ട്രാവൽ ഏജൻസി വഴി നടത്തിയ ദുരൂഹ പണമിടപാട് സംബന്ധിച്ച അന്വേഷണത്തിലാണ് ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം വിദേശത്തേക്ക് പണമെത്തിച്ച് കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയത്. ജനം, കൊച്ചി.